നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൽ ന്യൂക്യാസിൽ യുണൈറ്റഡിനെതിരെയുള്ള കളിക്ക് ശേഷം പെപ് ഗാർഡിയോള പറഞ്ഞിരുന്നു, സാന്റിയാഗോ ബെർനാബുവിൽ ഞങ്ങൾക്ക് 1% മാത്രമേ സാധ്യതയുള്ളൂ, അത്ര പോലും ഉണ്ടോ എന്നെനിക്കറിയില്ല എന്ന്. എന്നാൽ ഇന്നാണല്ലോ സാന്റിയാഗോ ബെർനാബുവിൽ മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് രണ്ടാം പാദ മത്സരം കളിക്കുന്നത്. രാത്രി ഇന്ത്യൻ സമയം 1:30 കളി ആരംഭിക്കുക. അതിന് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിനെത്തിയപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു ഈ 1% സാധ്യതയുടെ കാര്യം. അപ്പോൾ പെപ്പ് പറയുന്നു, ഞാൻ അങ്ങനെ 1% സാധ്യത എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് വിശ്വസിച്ചോ? ഞാൻ സത്യത്തിൽ കള്ളം പറയുകയായിരുന്നു. അങ്ങനെയല്ല, നമുക്ക് അങ്ങനെയുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷേ സമയം കടന്നു പോകും തോറും കൂടുതൽ നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ കാണുന്നത് എന്ന് പെപ് ഗാർഡിയോള പറയുന്നു. എതിരാളികൾ അവരുടെ മൈതാനത്ത് പോയി ഒന്ന് ഭയപ്പെടുത്താൻ കഴിഞ്ഞാൽ ബാക്കി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം എന്നാണിപ്പോൾ കോച്ച് പറയുന്നത്. പെപ്പിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. പെപ്പ് ആദ്യം ചോദിക്കുന്നതാണ്, ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളത് വിശ്വസിച്ചോ 1% എന്ന് ഞാൻ പറഞ്ഞപ്പോൾ? ഞാൻ സത്യത്തിൽ കള്ളം പറയുകയായിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു ഫീലിംഗ് ആണ്, അത്തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ സമയം കടന്നു പോകുമ്പോൾ നമ്മൾ ഡിഫറൻ്റ്ലിയാണ് കാര്യങ്ങൾ കാണുന്നത്. ഞങ്ങൾ പരിശ്രമിക്കാൻ തന്നെയാണ് തയ്യാറായിരിക്കുന്നത്. ഞാൻ റിയലിസ്റ്റിക്കായിട്ട് കാര്യങ്ങൾ കാണുന്നയാളാണ്. എൻ്റെ ടീമിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഏതായാലും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുത്തേണ്ടി വരും. അതനുസരിച്ച് ഞങ്ങൾക്ക് അവരെ ഭയപ്പെടുത്താൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണിപ്പോൾ കോച്ച് പറഞ്ഞിരിക്കുന്നത്. കോച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഡിഫൻസിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഞങ്ങളുടെ സെൻട്രൽ ഡിഫൻഡേഴ്സ് ഒരുമിച്ച് ആകെ 90 മിനിറ്റാണ് കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് കളിച്ചത്. ടുഗദർ 3 months 90 minutes. ഇത് റയൽ മാഡ്രിഡിലും സംഭവിക്കുന്നു, ആഴ്സണൽ സംഭവിക്കുന്നു, പല ടീമുകളിലും സംഭവിക്കുന്നു. കാരണം ഈ സീസണിൻ്റെ ഒരവസ്ഥ അത്രയധികം മത്സരങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിക്കുകൾ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എല്ലാ ടീമുകൾക്കും ഓരോ മത്സരത്തിലും ആവശ്യമായി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ലെറ്റ്സ് സീ ഇഫ് വി ക്യാൻ അറ്റ്ലീസ്റ്റ് സ്കെയർ ദം ആൻഡ് വി വിൽ സീ വാട്ട് ഹാപ്പൻസ്. അതാണ് പെപ്പ് പറയുന്നത്. അവർക്ക് സാധിക്കുമോ? 3-2 ആദ്യ പാദം റയൽ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഒറ്റ ഗോളിൻ്റെ അഡ്വാൻറ്റേജ് റയലിനുള്ളൂ. പക്ഷെ മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്, കളിക്കുന്നത് ബെർനാബുവിലാണ്. ആ അഡ്വാൻറ്റേജിന് മറികടക്കാൻ സിറ്റിക്കാവുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.